ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മൾ വീടിൻ്റെ സീലിംഗ് വർക്ക് ചെയ്യുന്ന സമയത്ത് ഏത് കളർ ലൈറ്റ്സുകളാണ് കൂടുതൽ വീടിന് അറ്റാച്ച് ചെയ്ത് വരുന്നത്, അത് ഏതൊക്കെ ഏരിയകളിലൊക്കെയാണ് നമ്മൾ ഡീറ്റെയിൽസ് വീഡിയോയുടെ നമ്മൾ നോക്കുന്നത്. നിങ്ങൾ കാണുന്ന പോലെ തന്നെ ലിവിങ് ഏരിയ ആണ് വന്നിരിക്കുക. ലിവിങ് ഏരിയ അതിനെ അറ്റാച്ച് ചെയ്തിട്ട് കുറച്ചുകൂടെ നീങ്ങിയിട്ട് ഡൈനിങ് ഏരിയ വരുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ മെയിനായിട്ട് വരുന്ന കിച്ചണിൻ്റെ ഏരിയയും വരുന്നുണ്ട്. അപ്പോൾ മെയിനായിട്ട് നമ്മൾ കൊടുക്കേണ്ടത് അത്യാവശ്യം പ്രകാശം വരുന്ന ഏരിയകളിലെല്ലാം തന്നെ വൈറ്റ് ലൈറ്റുകളും, അതായത് റൂമുകളിലൊക്കെ നമ്മൾ വൈറ്റ് ലൈറ്റുകളും, അല്ലാത്ത ലിവിങ് ഏരിയ, ഡ്രോയിങ് ഏരിയ, അതുപോലെ ഡൈനിങ് ഏരിയ അങ്ങനെയുള്ള ഏരിയകളിലെല്ലാം തന്നെ വാം വൈറ്റ്സ് കൊടുക്കുന്നതാണ് ഏറ്റവും ഉത്തമം. പിന്നെ അതുകൂടാതെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊന്നാണ്, സീലിംഗ് ചെയ്തതിന് ശേഷം ഫാനിൻ്റെ ലെങ്ത്ത് നമ്മൾ കറക്റ്റായിട്ട് കീപ്പ് ചെയ്യണം. നമ്മൾ ഫാൻ ഇടുന്നതിന് മുന്നേ, അതായത് സീലിംഗ് ചെയ്യുന്ന സമയത്താണ് സീലിംഗ് ചെയ്ത സമയത്ത് നമ്മൾ റാഡ് തൂക്കിയിടേണ്ട ചില സമയങ്ങളിൽ അത്യാവശ്യം വരാറുണ്ട്. കാരണം പിന്നീട് നമുക്ക് റാഡ് തൂക്കാൻ പറ്റില്ല ഫാനിൻ്റെ. അപ്പോൾ ഏറ്റവും കൂടിയത് മാക്സിമം പോയി കഴിഞ്ഞാൽ 10 ഇഞ്ച് ലെങ്ത്തിൽ, അതായത് 10 ഇഞ്ച് ലെങ്ത്തിൽ കൂടുതൽ ഫാനിൻ്റെ റോഡ് കട്ട് ചെയ്ത് ഇടാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതിനേക്കാൾ കൂടുതലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല വൃത്തികേടായിരിക്കും കാണാനായിട്ട്. ഫാൻ നന്നായിട്ട് ഇറങ്ങി താഴേക്ക് വരും. അതുമാത്രമല്ല 10 ഇഞ്ചിനും 9 ഇഞ്ചിനും ഇടയ്ക്കാണ് നമ്മൾ മസ്റ്റായിട്ട് ഇടേണ്ടത്. കാരണം 9 ഇഞ്ചിന് താഴേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ കപ്പ് ഇടാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഫാനിൻ്റെ കാര്യം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി. ഇനി അതുപോലെ തന്നെ നമ്മൾ കൊടുത്തിരിക്കുന്ന സ്റ്റെയറിൻ്റെ ഏരിയയാണ് കാണുന്നത്. സ്റ്റെയറിൻ്റെ ഏരിയയിൽ വരുന്ന സീലിംഗ് ലൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. അതും എല്ലാം തന്നെ വാം വൈറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അതായത് നമ്മളൊരു പ്രത്യേക ലുക്ക് ഫീൽ ചെയ്യാനായിട്ട് വാം വൈറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ മൾട്ടിവുഡിൽ തന്നെ ഈ ചെയ്തിരിക്കുന്നത്, മൾട്ടിവുഡിൽ ആ സെൻറ്ററിൽ ചെയ്തിരിക്കുന്നത് തേക്കിൻ്റെ ഡിസൈനിങ് വരച്ചെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതായത് നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ഇപ്പോൾ സ്ട്രക്ചർ വർക്കോ അല്ലെങ്കിൽ പറഞ്ഞ പോലെ ടെക്സ്ചർ വർക്കോ അല്ലെങ്കിൽ പറഞ്ഞ രീതിയിൽ ഏത് വേണമെങ്കിലും നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാൻ സാധിക്കും. പിന്നെ സീലിംഗ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫാനിൻ്റെ ലെങ്ത്ത് കണ്ടോ, കറക്റ്റായിട്ട് ആ 10 ഇഞ്ച് വന്നുകൊണ്ട് നമുക്ക് നീറ്റായിട്ട് കാണാൻ സാധിക്കും. ഓവറായിട്ട് താഴ്ന്നു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് താഴ്ന്ന് വൃത്തികേടുന്ന അവസ്ഥയിലേക്കായിരിക്കും ഫാൻ വരിക. അപ്പോൾ അത് കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ വീടിൻ്റെ ലുക്ക് വേറെ ലെവലിൽ ഫീൽ ചെയ്യും. പിന്നെ അതുപോലെ തന്നെ ഫാനിൻ്റെ കണ്ടോ, ഇതും അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊന്നാണ്. നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ എന്തൊക്കെയാണോ ആദ്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അതായത് സീലിംഗ് എങ്ങനെയാണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ആദ്യമേ തന്നെ ഒരു ഡയഗ്രം കാര്യങ്ങൾ തീരുമാനമാക്കിയതിന് ശേഷം വേണം ഈ പറഞ്ഞ അവസ്ഥയിലേക്കെല്ലാം കൊണ്ട് എത്തിക്കാനായിട്ട്. പിന്നെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സീലിംഗ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്ര പോയിന്റുകളാണ് വേണ്ടത്. അതായത് ഒരു റൂമിലേക്ക് നമ്മൾ സാധാരണ കൊടുക്കുന്ന 4 കോർണറിൽ ഒരു 6 വാട്ടിൻ്റെ പാനൽ ലൈറ്റ്സ് ആണ് കൊടുക്കാറ്. ഇനി അതല്ല എണ്ണം കൂടുതൽ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. ഇനി ലിവിങ് ഏരിയയ്ക്ക് ആണെങ്കിൽ ഒരു 4 ലൈറ്റ്സ് അല്ലെങ്കിൽ വേണമെങ്കിൽ ഒരു 6 ലൈറ്റ്സ് വരെ കൊടുക്കാം. ഓവറായിട്ട് ലൈറ്റ് കൊടുത്താലും അത്ര ഭംഗിയായിരിക്കില്ല കാണാനായിട്ട്. അതായത് എപ്പോഴും അടുപ്പിച്ച് ലൈറ്റുകൾ വരുന്ന സമയത്ത് അത്ര ഭംഗിയായിരിക്കില്ല കാണാനായിട്ട്. കോർണറിൽ കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി അട്രാക്റ്റീവായിട്ട് വരുന്നത്. ഇനി അതല്ല കോർണറിലല്ല വരുന്നതെങ്കിൽ ഒരു വാളിൻ്റെ സെൻറ്ററിൽ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. അതായത് നമ്മൾ കൊടുത്തിരിക്കുന്ന വാളിൻ്റെ കോർണറിൽ കൊടുത്തിരിക്കുന്നത് നേരെ നമ്മുടെ ആ ഭിത്തിയുടെ സെൻറ്ററിലേക്കായിട്ട് പാനൽ ലൈറ്റ്സ് കൊടുത്താൽ, അപ്പോൾ 4 സെൻറ്ററുകളിലായിട്ട് കൊടുത്താലും നല്ല നീറ്റായിരിക്കും കാണാനായിട്ട്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാൻ മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. അപ്പോൾ എനിക്ക് തോന്നുന്നു കാണുന്ന എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം ഫ്രണ്ട്സ്. എന്നാൽ ഇതുപോലുള്ള വീഡിയോസ് ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ നമുക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.